ഈ ഓൺലൈനായിട്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ വരുത്തുന്ന മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് KYC. നിങ്ങൾ റെസിഡന്റ് ഇന്ത്യനാണെങ്കിൽ റെസിഡന്റ് ഇന്ത്യനായിട്ട് തന്നെ KYC ചെയ്യണം. NRI ആണെങ്കിൽ NRI KYC തന്നെ നിർബന്ധമായിട്ട് ചെയ്യണം. ഇത് എന്തൊക്കെയോ KYC ചെയ്ത് ഏതൊക്കെയോ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. റെഡീം ചെയ്യുന്ന സമയത്തായിരിക്കും ഇതെല്ലാം കൂടി ലോക്ക് ആവുക. സോ KYC കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് കൃത്യമായിട്ട് ചെയ്യണം. രണ്ടാമത്തെ മിസ്റ്റേക്ക്, ഏതെങ്കിലും ഒരു ആപ്പിൽ കയറി ലാസ്റ്റ് 5 yearsൽ ഹൈ റിട്ടേൺ തന്നിരിക്കുന്ന ഫണ്ട് തന്നെ നോക്കി SIP സ്റ്റാർട്ട് ചെയ്യും. ഹൈ റിട്ടേൺ ഫണ്ടാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫണ്ട്? ഒരിക്കലും അല്ല. പിന്നെ ഒറ്റ ഫണ്ട് ഇറക്കിയാൽ പോരെ. മ്യൂച്വൽ ഫണ്ടിന്റെ ഗെയിം എന്ന് പറയുന്നത് ഫണ്ട് സെലക്ഷൻ ആണ്. ഇനി അടുത്ത വലിയൊരു ബ്ലണ്ടർ, മാർക്കറ്റ് അപ്പ് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ റെഡീം ചെയ്യുകയോ മ്യൂച്വൽ ഫണ്ട് മൊത്തമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഭൂരിഭാഗം ആളുകൾക്കും ഈ മ്യൂച്വൽ ഫണ്ട് കൺസെപ്റ്റ് എന്താണെന്നറിയില്ല, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ആവുന്നതെന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെ നേരെ ഓൺലൈൻ പോയി ഫണ്ട് സെലക്ട് ചെയ്ത് ആ ഫണ്ടിന് വളരാൻ സമയം കൊടുക്കാതെ 1 കൊല്ലം 2 കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. മിക്കവാറും നഷ്ടത്തിലായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കുക. മ്യൂച്വൽ ഫണ്ട് SIP എങ്ങനെ ചെയ്യണം, നല്ല ഫണ്ടുകൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് എത്ര ചെയ്യണം, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നിവ അറിയാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഒരു മടിയും ചേർക്കണ്ട.